സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഞാൻ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ പാസേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അധികം ചെയ്യേണ്ട എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പാസേജ് അല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ജനറൽ ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് വന്നിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ശ്രമിക്കേണ്ടത് സ്വന്തമായിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് നോക്കണം. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കാൻ പാടില്ല. അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. എന്നിട്ട് മാത്രം ഞാൻ പറയുന്ന ആൻസറുമായിട്ട് നിങ്ങൾ ഒത്തു നോക്കുക ശരിയാണോ എന്നുള്ളത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഇതിനെല്ലാം കൂടെ നമുക്ക് കിട്ടാവുന്ന മാക്സിമം ടൈം അല്ലെങ്കിൽ നമ്മൾ ഇതിന് യൂസ് ചെയ്യാവുന്ന മാക്സിമം ടൈം എന്ന് വെച്ചാൽ ഒരു 45 സെക്കൻഡ്സ് ആണ്. ഓക്കെ, 45 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആൻസറിലേക്ക് എത്തണം, എന്നാലേ നമുക്ക് ബബിൾ ചെയ്യാനുള്ള ടൈം കൂടെ അവിടെ കിട്ടൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. റെഡി? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ഇങ്ങനെയാണ്. The first NPE നിങ്ങൾക്കറിയാം, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ the first NPE was promulgated in. ഓക്കെ, ഒന്നുമില്ല, ഏത് വർഷമാണ് ആദ്യത്തെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ NPE ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ, അപ്പോൾ കിട്ടും 1947, 1968, 1986 and 2020 അല്ലെങ്കിൽ 2020 അല്ലേ? അപ്പോൾ ഇതിലേത് നമുക്ക് പറയാൻ പറ്റുമോ, ആൻസർ ആയിട്ട് പറയാൻ പറ്റുമോ? ആദ്യമായിട്ടുള്ള NPE, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാ പറയുക, ദേശീയ വിദ്യാഭ്യാസ നയം, ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം വന്നിരിക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചിരിക്കുന്നുള്ളൂ. അറിയുന്ന ക്വസ്റ്റൻ ആണ്, ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾ സൈക്കോളജിയിൽ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവും. ആൻസർ വരുന്നത് 1968 ആണ്, 1968 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തെന്ന് ഓർത്തിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. ഇതാ, വൈ ഡോണ്ട് യു സ്പീക്ക് ഡാഷ് ട്രൂത്ത് ഓൾവേസ്? Why don't you speak dash truth always? അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്ഷൻ 4 തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ ഏത് വെച്ച് നമുക്ക് ഫിൽ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വൈ ഡോണ്ട് യു സ്പീക്ക് ട്രൂത്ത്? ഓക്കെ, വൈ ഡോണ്ട് യു സ്പീക്ക് ഡാഷ് ട്രൂത്ത്? അവിടെ എന്തോ വരും, ഒന്നെങ്കിൽ ഇങ്ങനെ ആവാം, വൈ ഡോണ്ട് യു സ്പീക്ക് എ ട്രൂത്ത് ഓൾവേസ്, ഓർ വൈ ഡോണ്ട് യു സ്പീക്ക് ആൻ ട്രൂത്ത്, ഓർ വൈ ഡോണ്ട് യു സ്പീക്ക് ദ ട്രൂത്ത് ഓൾവേസ്. അല്ലെങ്കിൽ അവിടെ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ മതി, പുല്ല പോലെ തന്നെ മതി എന്നാണ് ഓപ്ഷൻ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ഡോണ്ട് യു സ്പീക്ക് ട്രൂത്ത്? ഓക്കെ, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ, ഏതാ ഇവിടെ ഫിൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഫിൽ ചെയ്യണോ അല്ല ഇവിടെ ഒരു ആർട്ടിക്കിളും കൊടുക്കേണ്ടതായിട്ടാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ എന്താ വരുക? കറക്റ്റ് ആയിട്ട് വരുന്നത് വൈ ഡോണ്ട് യു സ്പീക്ക് ദ ട്രൂത്ത് എന്നാണ് വരിക. വൈ ഡോണ്ട് യു സ്പീക്ക് ദി ട്രൂത്ത് ഓൾവേസ് എന്നാണ് വരിക. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എന്നുള്ള മനസ്സിലായിരിക്കും. വൈ ഡോണ്ട് യു സ്പീക്ക് ദ ട്രൂത്ത് ഓൾവേസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഡു യു മൈൻഡ് ഡാഷ് ഷീ ആസ്ക്ഡ് മീ? ഓക്കെ, ഡു യു മൈൻഡ് ഡാഷ്? അവിടെ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, സ്യൂട്ടായിട്ട് കൃത്യമായിട്ടുള്ള ഒരെണ്ണം എടുത്ത് അവിടെ ഫില്ല് ചെയ്യണം. ഡു യു മൈൻഡ്, അതിനുശേഷം എന്താണ് അവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ നോക്കിയേ, സിറ്റ് അറ്റ് ദ വിൻഡോ. പിന്നെയോ ഓപ്ഷൻ ബി നോക്കിയേ, ടു സിറ്റ് അറ്റ് ദ വിൻഡോ. ഓപ്ഷൻ സി, സിറ്റിംഗ് അറ്റ് ദ വിൻഡോ. ആൻഡ് ഓപ്ഷൻ ഡി, സാറ്റ് അറ്റ് ദി വിൻഡോ. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഡു യു മൈൻഡ്, അതിനുശേഷം നമുക്ക് ഏത് വെച്ച് ഇവിടെ ഫില്ല് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആൻസർ എന്തായാലും കിട്ടും. ഏതാ വരിക? കറക്റ്റ് ആൻസർ, ഡു യു മൈൻഡ് സിറ്റിംഗ് അറ്റ് ദി വിൻഡോ ഷീ ആസ്ക്ഡ് മീ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ വരിക, സിറ്റിംഗ് അറ്റ് ദി വിൻഡോ. സിറ്റിംഗ് അറ്റ് ദി വിൻഡോ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഓക്കെ, ഡു യു മൈൻഡ് സിറ്റിംഗ് അറ്റ് ദി വിൻഡോ. ക്ലിയർ? നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദി കറക്റ്റ് സെന്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിക്ക് ഔട്ട് ദി കറക്റ്റ് സെന്റൻസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള സെന്റൻസ് ഇതിൽ നിന്ന് ഏതാണെന്ന് നിങ്ങൾ പറയണം. നോക്കാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഷോ. നെക്സ്റ്റ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഷോ. ഓപ്ഷൻ സി, വൺ ഓഫ് മൈ ഫ്രണ്ട് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഷോ. ആൻഡ് ഓപ്ഷൻ ഡി, വൺ ഓഫ് മൈ ഫ്രണ്ട് ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഷോ. ഒന്നുമില്ല, എൻ്റെ സുഹൃത്തുക്കൾ ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് വേണ്ടതല്ലേ, ആ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ, എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്നേ വരൂ അല്ലെ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അത് എപ്പോഴും മനസ്സിലാക്കണം, സുഹൃത്തുക്കളിൽ ഒരാൾ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയുക. സോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ ഒരാൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ആൻസറിൽ 2 എണ്ണം ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് 2 എണ്ണം ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റും. നോക്കിയേ, വൺ ഓഫ് മൈ ഫ്രണ്ട്, വൺ ഓഫ് മൈ ഫ്രണ്ട്, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, തട്ടിക്കളയാൻ പറ്റും. ഏത് നിങ്ങൾ ഇതാ ഇവിടെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, ഇതിൽ ഏതാണ് ആൻസർ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഷോ എന്നാണ് വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഷോ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ്, ലുക്ക് there is someone dash the front door.
വീണ്ടും ഇവിടെ നിങ്ങൾ എന്തിനാണ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്? ലുക്ക് there is someone dash the front door എന്നാണ് പറയുന്നത് അല്ലേ? അവിടെ നോക്കണം എന്താണ് ആ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് ആരോ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സോ എന്താ നമുക്ക് വരിക? ഓപ്ഷൻ നോക്കിയേ, അറ്റ്, ഓൺ, വിത്ത്, ഇൻ. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ് ദി ഫ്രണ്ട് ഡോർ അല്ലെങ്കിൽ ഓൺ ദി ഫ്രണ്ട് ഡോർ, വിത്ത് ദി ഫ്രണ്ട് ഡോർ ഓർ ഇൻ ദി ഫ്രണ്ട് ഡോർ എന്നാണ് വരിക അല്ലെ? 4 കാര്യങ്ങൾ അവിടെ തന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏത് നമുക്ക് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റുമോ? കൃത്യമായിട്ട് നോക്കിയേ, ലുക്ക് there is someone at the front door എന്നാണ് വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് there is someone at the front door എന്നതാണ് ശരിയായിട്ടുള്ള യൂസേജ്. ഓക്കെ, at the front door അതാണ് കറക്റ്റ് ആയിട്ട് വരിക. there is someone at the front door. Next, one of the following expression is a suggestion. Pick it out. തന്നിരിക്കുന്ന 4 എക്സ്പ്രഷൻസിൽ ഒരെണ്ണം സജഷൻ ആണ്. ഓക്കെ, അത് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? നോക്കാം. ഓപ്ഷൻ നോക്കി നിങ്ങൾ. ഫസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെ വരുന്നത്, I would like you to do it now. I would like you to do it now. Next, why don't you do it now? Third, you'd better start doing it now. And option D, you must start doing it now. You must start doing it now. എന്താ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ 4 പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു സജഷൻ ആയിട്ട് നമുക്ക് ഏതാണ് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, സജഷൻ ആയിട്ട് നമുക്ക് ഏതാ പറയാൻ പറ്റുക? I would like you to do it now. അത് സജഷൻ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? നീ ഇപ്പൊ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, സജഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഓക്കെ, why don't you do it now? എന്തുകൊണ്ട് നിനക്ക് ഇത് ഇപ്പൊ തന്നെ ചെയ്തുകൂടാ അല്ലെ? ഇപ്പൊ തന്നെ ചെയ്തുകൂടാ, എന്തുകൊണ്ട് നിനക്ക് ഇപ്പൊ തന്നെ ചെയ്തുകൂടാ എന്ന് പറയുന്നത്, അത് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? ഒരു സജഷൻ ആയിട്ട് വേണം നമുക്കത് പരിഗണിക്കാം. നെക്സ്റ്റ് ഓക്കെ, you would better start doing it now. ഇപ്പൊ ചെയ്യുന്നത് നല്ലതാണ്, ഇപ്പൊ ചെയ്യാൻ തുടങ്ങുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ? പിന്നെന്താ പറഞ്ഞത് നോക്കിയേ, കൃത്യമായിട്ട് നോക്കിയേ. അടുത്ത നോക്കിയേ, you must start doing it now. മസ്റ്റ് ആണ്, നിർബന്ധമാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്, സജഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ്. why don't you do it now? എന്തുകൊണ്ട് നിനക്ക് ഇത് ഇപ്പൊ ചെയ്തുകൂടാ അല്ലെ? why don't you do it now? ഓക്കെ, അതൊരു സജഷൻ ആണ്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് വരാം. ചിൽഡ്രൻ ഫിനിഷ്ഡ് സോൾവിംഗ് ദ പസിൽ ഡാഷ്. ടാഗ് ആണ്. ടാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓക്കെ, ചിൽഡ്രൻ ഫിനിഷ്ഡ് സോൾവിംഗ് ദി പസിൽ. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ടാഗ് ഉപയോഗിക്കാൻ പറ്റുമോ? ഫിനിഷ്ഡ് സോൾവിംഗ് ദി പസിൽ അല്ലെ? നമ്മുടെ സെന്റൻസ് തന്നിരിക്കുന്നത് പോസിറ്റീവിലാണ്. സോ നമ്മുടെ ടാഗ് ഓൾവേസ് നെഗറ്റീവ്. അപ്പൊ ടാഗിൽ പോസിറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നതിനൊക്കെ തട്ടിക്കളയാം. നോക്കിയേ, ഡിഡ് ദേ പോസിറ്റീവ് ആണ് ടാഗ് അല്ലെ? ഏത് നെഗറ്റീവ് വേർഡ് ഒന്നുമില്ല. സോ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഡിഡിന്റ് ദേ അത് നോട്ടാണ്, ഡിഡ് പ്ലസ് നോട്ടാണ്. സോ ഇത് നെഗറ്റീവിലാണ്. സോ നമുക്ക് ഇത് ആവശ്യമുണ്ട്, പരിഗണിക്കാം. നെക്സ്റ്റ് ഡു ദേ, അതും എന്തിനാണ്? പോസിറ്റീവിലുള്ളത്. നമുക്ക് സെന്റൻസും ടാഗ് പോസിറ്റീവിൽ വരില്ല, നെഗറ്റീവിൽ കിട്ടണം. അപ്പൊ ഈ ബി അല്ലെങ്കിൽ ഡി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ ആൻസർ ഇവിടെ വരിക. അപ്പൊ നിങ്ങൾ നോക്കിയേ, ചിൽഡ്രൻ ഫിനിഷ്ഡ് സോൾവിംഗ് ദി പസിൽ എന്നാണ് പറഞ്ഞത്. ഫിനിഷ്ഡ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ടാഗ് ആയിട്ട് വരുന്നത് ചിൽഡ്രൻ ഫിനിഷ്ഡ് സോൾവിംഗ് ദ പസിൽ, ദാറ്റ് ഈസ് ടാഗ് ഡിഡിന്റ് ദേ എന്നാണ് വരിക. ഡിഡിന്റ് ദേ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരിക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദി സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. വീണ്ടും ടാഗ് തന്നെയാണ് കേട്ടോ. ദ സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. ഓപ്ഷൻ നോക്കാം, ഡസ് ഇറ്റ്, ഡസന്റ് ഇറ്റ്, ഈസ് ഇറ്റ് ആൻഡ് ഈസിന്റ് ഇറ്റ് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുന്ന സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ് പോസിറ്റീവിലാണ് സെന്റൻസ് ഇരിക്കുന്നത്. സോ നമ്മുടെ ടാഗ് ഓൾവേസ് നെഗറ്റീവ്. അപ്പൊ നമുക്ക് പോസിറ്റീവിലുള്ള ടാഗ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. ഡസ് ഇറ്റ് പോസിറ്റീവ് ആണ്. ഡസന്റ് ഇറ്റ് എന്ന് വെച്ചാൽ നെഗറ്റീവിലാണ്, അവിടെ നമുക്ക് പരിഗണിക്കാം. നെക്സ്റ്റ് ഈസ് ഇറ്റ് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈസിന്റ് ഇറ്റ് നെഗറ്റീവിലാണ് ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന ബിഒ അല്ലെങ്കിൽ ഡിഒ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് വരിക. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ദ സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ് എന്നാണ്. സെറ്റ്സ് ഇൻ ദി വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടാഗ് വരുന്നത് ഡസന്റ് ഇറ്റ് ആണ് വരിക. ഡസ് പ്ലസ് നോട്ട്, ഡസന്റ് ഇറ്റ് എന്നതിലാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ടാഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൃത്യമായിട്ട് നോക്കണം. ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ ടാഗിൽ 1-2 ചോദ്യങ്ങൾ വരാറുണ്ട് നമ്മുടെ എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റിംഗ് സ്കിൽസ് എമംഗ് ചിൽഡ്രൻ ക്യാൻ ബി ബെസ്റ്റ് ഡെവലപ്ഡ് ബൈ. കുട്ടികളിൽ നമുക്ക് റൈറ്റിംഗ് സ്കില്ല് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ഓപ്ഷൻ നോക്കിയാൽ 4 എണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം അല്ലെ? റൈറ്റിംഗ് സ്കിൽ എമംഗ് children can be best developed by employing copywriting activities. Option B, asking learners to follow dictation exercises. Option C, brainstorming ideas and asking students to write on their own. And option D, asking students to practice writing mechanically. നമുക്ക് ഏതാ പറയാൻ പറ്റുക? റൈറ്റിംഗ് സ്കിൽ എമംഗ് ചിൽഡ്രൻ ക്യാൻ ബി ബെസ്റ്റ് ഡെവലപ്പ് ബൈ എന്നാണ് ചോദിച്ചത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം കുട്ടികളിൽ? അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത് ഏത് മെത്തേഡാണ്? റൈറ്റിംഗ് സ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഇതാ ബ്രെയിൻ സ്റ്റോമിംഗ് ഐഡിയാസ് ആൻഡ് ആസ്കിംഗ് സ്റ്റുഡൻസ് ടു റൈറ്റ് ഓൺ ദെയർ ഓൺ എന്നാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് പറയും. അതായത് ചില കാര്യങ്ങളെ കുറിച്ച് എന്താണ് കുട്ടികളിൽ നിന്ന് പലതരത്തിലുള്ള ഐഡിയകൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതാണല്ലോ ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ്.
അങ്ങനെ ആ കുട്ടികളിലുള്ള ഐഡിയ അവരെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് എഴുതിപ്പിക്കുക എന്ന് പറയുന്നത്. കുട്ടികൾ തന്നെ ഐഡിയകൾ ക്രിയേറ്റീവ് ആയിട്ട് പലതരത്തിൽ ഐഡിയകൾ ഉണ്ടാക്കുന്നു, അത് കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് എഴുതുകയും ചെയ്യുന്നു. സോ റൈറ്റിംഗ് സ്കില്ല് കുട്ടികളുടെ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ബ്രെയിൻ സ്റ്റോമിംഗ് ഐഡിയാസ് ആൻഡ് ആസ്കിംഗ് സ്റ്റുഡൻസ് ടു റൈറ്റ് ഓൺ ദെയർ ഓൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. Do you think browsing internet is dash than referring precious books? Do you think browsing internet is dash than referring precious books എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഫില്ല് ചെയ്യാൻ പറ്റുക? ബെറ്റർ എന്നാണോ, മോർ ഗുഡ് എന്നാണോ, അല്ല ബെസ്റ്റ് ആണോ, അല്ല ദ ബെസ്റ്റ് ആണോ? ഏതാ വരുക? ഒന്നുമില്ല, നമ്മൾ ഇന്റർനെറ്റിൽ എന്താണ് പ്രഷ്യസ് ബുക്സ് അല്ലെ റെഫർ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്ന രീതിയിൽ തോന്നുന്നുണ്ടോ എന്നാണ് ഇവിടെ വരുന്നത് അല്ലെ. ഡു യു തിങ്ക് ബ്രൗസിംഗ് ഇന്റർനെറ്റ് ഈസ് ഡാഷ് ദാൻ റെഫറിംഗ് പ്രഷ്യസ് ബുക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഏതാ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? കറക്റ്റ് വരുന്നത് ഡു യു തിങ്ക് ബ്രൗസിംഗ് ഇന്റർനെറ്റ് ഈസ് ബെറ്റർ ദാൻ റെഫറിംഗ് പ്രഷ്യസ് ബുക്സ്. ഓക്കെ, പ്രഷ്യസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത്. സോ ഡു യു തിങ്ക് ബ്രൗസിംഗ് ഇന്റർനെറ്റ് ഈസ് ബെറ്റർ ദാൻ റെഫറിംഗ് പ്രഷ്യസ് ബുക്സ്. നെക്സ്റ്റ്, the leader feel very proudly that their team had won the election. Replace the underlined word with the right option എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ അണ്ടർലൈൻ ചെയ്ത വേർഡ്? ഫീൽ വെരി പ്രൗഡ്ലി എന്നാണ് കേട്ടോ. ഫീൽ വെരി പ്രൗഡ്ലി എന്നതിന് പകരം നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ ലീഡർ ഫീൽ വെരി പ്രൗഡ്ലി ദാറ്റ് ദർ ടീം ഹാഡ് വോൺ ദി ഇലക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കാം. ഫെൽറ്റ് വെരി പ്രൗഡ്, ഫെൽറ്റ് വെരി പ്രൈഡ്, ഫീൽസ് വെരി പ്രൗഡ്ലി ആൻഡ് ഓപ്ഷൻ ഡി ഫീൽ വെരി പ്രൗഡ്. അപ്പൊ ഇത് നമുക്ക് നാലെണ്ണത്തിൽ ഏത് പറയാൻ പറ്റും? ഇതിന് എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം? ദ ലീഡർ ഫീൽ വെരി പ്രൗഡ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ഫീൽ വെരി പ്രൗഡ്ലി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഫെൽറ്റ് വെരി പ്രൗഡ്. ദ ലീഡർ ഫെൽറ്റ് വെരി പ്രൗഡ് ദാറ്റ് ദ ടീം ഹാഡ് വോൺ ദി ഇലക്ഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. He had already won the game. Begin the sentence with the game. Okay, ഇവിടെ നമുക്ക് സെന്റൻസ് എന്താണ്? He had already won the game. അല്ലെ, ഓൾറെഡി വിൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ഓൾറെഡി won the game. അപ്പൊ നമ്മൾ പറഞ്ഞെന്താ? begin the sentence with the game. അതായത് ഈ സെന്റൻസ് തന്നിരിക്കുന്ന ഈ ഒരു സെന്റൻസ് നമുക്ക് എന്ത് ചെയ്യണം? the ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓപ്ഷൻ നോക്കിയേ, the game was already won by him. ഓപ്ഷൻ ബി, the game had already won by him. ഓപ്ഷൻ സി, the game had already been won by him, and option D, the game has already been won by him. നാല് ഓപ്ഷൻ തന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ്? ഇതിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ദ ഗെയിം എന്നുള്ളതിൽ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്, the game had already been won by him. Okay, the game had already been won by him എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതെന്തായാലും നമ്മുടെ എക്സാമിന് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വളരെ എളുപ്പത്തിൽ ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്താണ് നോക്കിയേ, എന്താ ഇവിടെ പറഞ്ഞു നോക്കിയേ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചത്. ഇവിടെ എല്ലാം റെഫ്രിജറേറ്റർ ആണ്, നമ്മുടെ ഫ്രിഡ്ജ് അല്ലെ, റെഫ്രിജറേറ്റർ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് സ്പെല്ലിംഗ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടം തന്നെ ഏതാണ് ഉദ്ദേശിക്കുന്നില്ല ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവും റെഫ്രിജറേറ്റർ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? റെഫ്രിജറേറ്റർ എന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ. ഓക്കെ, നിങ്ങൾക്ക് എഴുതാലോ റെഫ്രിജറേറ്റർ എന്നുള്ളത് എങ്ങനെ വേണം നമുക്ക് എഴുതാലോ. റെഫ്രിജറേറ്റർ ചില ആളുകൾ പല രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അതുപോലെ എഴുതാം. റെഫ്രിജറേറ്റർ. ഓക്കെ, ചില ആളുകൾ ഫ്രിഡ്ജ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഫ്രിഡ്ജ് ആണ്, റെഫ്രിജറേറ്റർ എന്നൊക്കെ എഴുതാനുള്ള ടെൻഡൻസി വരും. ആ ഓപ്ഷൻ നോക്കുമ്പോൾ അവിടെ കാണും റെഫ്രിജറേറ്റർ, ഓപ്ഷൻ ബി ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ഫ്രിഡ്ജ് എന്നുള്ളത് ചിലപ്പോൾ ഡി ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ തെറ്റായിട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ആൻസർ ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ എന്നുള്ള കറക്റ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്, റെഫ്രിജറേറ്റർ ആണ്. റെഫ്രിജറേറ്റർ. ഓക്കെ, റെഫ്രിജറേറ്റർ ഡി ഇല്ല, ഫ്രിഡ്ജിൽ ഡി ഇല്ല. ഓക്കെ, നെക്സ്റ്റ്, the National Education Day is on November 11. Whose birth anniversary is associated with it? അപ്പൊ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ അല്ലെ, ദേശീയ വിദ്യാഭ്യാസ ദിവസം എന്ന് പറയുന്ന വിദ്യാഭ്യാസ ദിനം നവംബർ 11 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൂസ് ബർത്ത് ആനിവേഴ്സറി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇതുമായിട്ട് ആരുടെ പിന്നെ ജന്മവാർഷികം അല്ലെ ജന്മദിനമാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് സർവേപ്പള്ളി ഡോക്ടർ രാധാകൃഷ്ണൻ.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് പറയാൻ പറ്റുക? ആരുടെ ജന്മദിനത്തിന്റെ വാർഷികമായാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ അല്ലെ? ജവഹർലാൽ നെഹ്റു ആണോ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണോ, സർദാർ വല്ലഭായ് പട്ടേൽ ആണോ, അല്ല സർവേപ്പള്ളി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി ഡോക്ടർ രാധാകൃഷ്ണൻ അല്ലെ? നമുക്ക് ആൻസർ പറയാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ പറ്റും. ഏതാണ് പറയാൻ പറ്റുക? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലെ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് സെൻട്രലിന്റെ. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് മൗലാന ആസാദ്, അബ്ദുൽ കലാം ആസാദ്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുവാണ്. ഇഫ് സ്റ്റുഡൻസ് കോൺസ്റ്റന്റ്ലി മേക്ക് എറേഴ്സ് ഇൻ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ദ ടീച്ചർ ഷുഡ്. അതായത് കുട്ടികൾ എപ്പോഴും സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് അതിൽ എപ്പോഴും തെറ്റുകൾ വരുത്തുന്നു അല്ലെ? സ്ഥിരമായി തെറ്റുകൾ, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തെറ്റുകൾ വരുത്തുന്നു. അപ്പൊ ടീച്ചർക്ക് എന്ത് ചെയ്യാം? Question clearly, if students constantly make errors in subject verb agreement, the teacher should, option നോക്കാം, explain to them the rule of grammar. Option B, ask them to learn the rules again and again. Option C, take such examples from the class and pay special attention to it. And option D, ask them to write the rules many times in their notebooks. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഏതാ ഈ സബ്ജക്ട് വെർബൊക്കെ ബന്ധപ്പെട്ട അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കാന്ന് പറയുന്നത്? എക്സ്പ്ലെയിൻ ടു ദം ദ റൂൾസ് ഓഫ് ഗ്രാമർ. ഗ്രാമറിന്റെ റൂൾസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? അത് കൃത്യമായിട്ട് കുട്ടികൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടോ? ഒരിക്കലും പറ്റണമെന്നില്ല. അപ്പൊ നമുക്ക് ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, ആസ്ക് ദം ടു ലേൺ ദി റൂൾസ് അഗൈൻ ആൻഡ് അഗൈൻ. വീണ്ടും വീണ്ടും നിയമങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടല്ലേ പഠിക്കാൻ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് ഇതും ശരിയായിട്ട് പറയാൻ പറ്റില്ല. അടുത്തത് ഓപ്ഷൻ ഡി, ask them to write the rules many times in their notebook. റൂൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വായിക്കുക അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക ഒന്നും ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഐഡിയ കിട്ടണമെന്നില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല, തെറ്റാണ്. പക്ഷെ ഓപ്ഷൻ സി നോക്കിയേ, take such examples from the class and pay special attention to it. അതായത് അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ പോലത്തെ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുക ക്ലാസ് റൂമിൽ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യണം? ടീച്ചർ വീണ്ടും ക്ലാസ്സിൽ കോമൺ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നതില്ല ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ടേക്ക് സച്ച് എക്സാമ്പിൾസ് ഫ്രം ദി ക്ലാസ് ആൻഡ് പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ഇറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നിങ്ങൾ കൃത്യമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? 1000-ലധികം ഇതുപോലെയുള്ള 1000-ലധികം ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന ഒരു PDF നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇത് വാങ്ങിച്ചിട്ട് പഠിക്കുന്നുണ്ട്. പെയ്ഡ് മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അവർ നിങ്ങൾക്ക് അത് ഫോർവേഡ് ചെയ്യും. ഓക്കെ, 1000-ലധികം ചോദ്യങ്ങളാണ്. ഇതുപോലെ എക്സാമിന് വന്നിരിക്കുന്ന മാത്രം ചോദ്യങ്ങൾ തന്നെയാണ്, വരാൻ സാധ്യതയുള്ള വന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിക്കാം. ഓക്കെ, വാങ്ങിച്ചിട്ട് പഠിക്കാം. പിന്നെ വീഡിയോ രൂപത്തിൽ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് കുറച്ചധികം, നിങ്ങൾക്ക് അത് കേട്ടിട്ട് പഠിക്കാം. ഓക്കെ, ഇതിൽ 1000-ലധികം ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം ഇത്ര സെറ്റ് വെച്ച് നിങ്ങൾ പഠിക്കണം. ഒരു ദിവസം വായിച്ചു നോക്കാൻ വലിയ സമയമൊന്നും എടുക്കില്ല. ഓക്കെ, ഒരു 50 ആണെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ ഒരു 3-4 സെറ്റ് നിങ്ങൾ 50 വെച്ച് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ വരുന്നൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സെയിം പാറ്റേൺ ആണല്ലോ. സോ നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം സ്കോറിലേക്ക് എത്തുക. നമുക്ക് എന്തായാലും ഒരു 25+ സ്കോർ ചെയ്യാൻ പറ്റണം ഔട്ട് ഓഫ് 30. എന്നാലും നമുക്ക് നന്നായിട്ട് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. എപ്പോഴും പറയാത്ത ഒരു കാര്യം, ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ വീഡിയോ സെഷനിൽ പോവുക. ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രമിക്കാം. എന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം, നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് ഏറ്റവും ടോപ്പ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അടുത്ത സെഷനിൽ കാണാം.